ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് KPCC പുനഃസംഘടനയിൽ ചാണ്ടിയുമ്മന് അതൃപ്തി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ചാണ്ടിയുമ്മനെ അവസാന നിമിഷം തഴഞ്ഞതായി പരാതി. അബിൻ വർക്കിയെ പിന്തുണച്ചത് ചാണ്ടിയുമ്മന് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് മുൻ ഉപാധ്യക്ഷന്മാരെയും പരിഗണിച്ചില്ല എന്ന് പരാതിയുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചാണ്ടിയുമ്മനെ പോലെ ഒരാളെ പരിഗണിക്കേണ്ടിയിരുന്നു. MLA ആണെന്ന് മാത്രമല്ല, വളരെ ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്ന നിലയിൽ മാത്രമല്ല, സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ മേൽവിലാസം ചാണ്ടിയുമ്മൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ചാണ്ടിയുമ്മന് തിരിച്ചടിയായി മാറിയത്? അസംതൃപ്തിയുണ്ടോ ചാണ്ടിയുമ്മന്? KPCC പുനഃസംഘടന പൂർത്തിയാകുമ്പോൾ ചാണ്ടിയുമ്മന് കടുത്ത സംതൃപ്തിയുണ്ട്. കാരണം ഇന്നലെ ചാണ്ടിയുമ്മൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട അതൃപ്തി അറിയിച്ചതാണ്, പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രാഥമിക പട്ടികയിൽ KPCC ഹൈക്കമാൻഡിന് കൈമാറിയ പട്ടികയിൽ ജനറൽ സെക്രട്ടറി പദവിയിലുണ്ടായിരുന്ന ചാണ്ടിയുമ്മനെ ഒഴിവാക്കിക്കൊണ്ട് പട്ടിക പുറത്തിറക്കുന്നത്. ഏതായാലും ഇതിലുള്ള കടുത്ത അസംതൃപ്തിയാണ്. അമർഷം പുകയുന്നുണ്ട്. ചാണ്ടിയുമ്മനെ അനുകൂലിക്കുന്നവർക്കൊക്കെ അതൃപ്തിയുണ്ട്. കാരണം ചാണ്ടിയുമ്മനെ നൽകിയ ചില പേരുകൾ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇനി സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തിറങ്ങുമ്പോൾ അതിൽ ചാണ്ടിയുമ്മനെ പരിഗണിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും കോൺഗ്രസ് നേതൃത്വം തന്നെ അറിയിക്കാതെ തന്നെ മീഡിയ ചുമതലയിൽ നിന്നും മാറ്റിയതിലുള്ള അസംതൃപ്തി ഇന്നലെ പരസ്യമായി തന്നെ ചാണ്ടിയുമ്മൻ പ്രകടിപ്പിച്ചതാണ്. അബിൻ വർക്കിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. അബിൻ വർക്കിയെ മാറ്റിയതിലുള്ള അസംതൃപ്തിയും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ചാണ്ടിയുമ്മൻ. ഈ സാഹചര്യത്തിലാണോ പട്ടികയിൽ പരിഗണിക്കാതിരുന്നത് എന്ന ഒരു സൂചനയുമുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ചാണ്ടിയുമ്മന്റെ അസംതൃപ്തി പരിഹരിക്കാൻ ഏതെങ്കിലും ഇടപെടൽ കോൺഗ്രസ് നേതൃത്വം നടത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ഷമാ മുഹമ്മദും നേരത്തെ അതൃപ്തി പരസ്യമാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ ചാണ്ടിയുമ്മനും KPCC പുനഃസംഘടനയിൽ അതൃപ്തിയുണ്ട് എന്നാണ് അറിയിക്കുന്നത്.